നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷ സമാഹരണത്തിനുള്ള ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. എച്ച് സലാം MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നിർത്താൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കനാൽക്കരയിൽ വെട്ടിയിട്ടിരുന്ന പെരുമരങ്ങളുടെ ശിഖരങ്ങൾക്ക് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വെള്ളിയാഴ്ച രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. നിർമ്മാണം പൂർത്തീകരിച്ച KSEB അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിന്റെയും സെക്ഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം ഈ മാസം 28 മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തെ സംബന്ധിച്ച് പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സംയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷ സമാഹരണത്തിനുള്ള ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ MLA എച്ച് സലാം ജില്ലാതല ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷാ സമാഹരണ ജില്ലാതല ക്യാമ്പ് സംഘടിപ്പിച്ചു. പുന്നപ്ര EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ജില്ലാതല ക്യാമ്പ് അമ്പലപ്പുഴ MLA എച്ച് സലാം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും നല്ല എഫിഷ്യൻസി കാണിക്കുന്ന ജില്ലയാണ് നമ്മുടെ ജില്ല മാറിയിട്ടുണ്ട്. നമ്മൾ നടപ്പാക്കപ്പെടുന്ന പദ്ധതികൾ നമ്മുടെ സമൂഹത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് കാര്യമായി ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ രാജ്യത്തിന് നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്റ്റേറ്റായും അതിൽ തന്നെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജില്ല നമ്മളെ കഴിയുന്ന ഒരു ജില്ലയെ തിരഞ്ഞെടുക്കാനൊക്കെ കഴിയുന്ന ഒരു മികച്ച നിലവാരത്തിലേക്ക് നമ്മൾ നാടെത്തപ്പെട്ടത് ഇത് മെച്ചമായി നടപ്പാക്കാൻ കഴിയുന്ന സന്ദർഭത്തിലാണ്. ഇത് നമുക്ക് ധാരാളം കുറവുകൾ നമുക്ക് കാണാം. ഇന്ത്യയിലെ മത്സ്യോത്പാദനത്തിന് കടമെടുക്കുമ്പോൾ ആന്ധ്രകൾ 1ാം സ്ഥാനത്ത് പോകുന്നത്, നമ്മളിപ്പോൾ 3ാം സ്ഥാനത്താണ്. പണ്ട് നമ്മൾ 2ാം സ്ഥാനത്തായി. അതില് മത്സ്യമേഖലയിൽ ബില്ല് മാറ്റപ്പെടുന്ന ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡാറ്റ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അത് കാണാൻ കഴിയൊരു കാര്യം, നമ്മുടെ കേരളത്തെ ആകെ മത്സ്യകൃഷിക്ക് മത്സ്യോത്പാദനത്തിന് പാകമാകുന്ന നമ്മുടെ ജലത്തിന്റെ അളവ് കണക്കാക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ലളിതമായ വ്യവസ്ഥയിൽ നൽകാൻ കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് എച്ച് സലാം അഭിപ്രായപ്പെട്ടു. നാഷണൽ ഫിഷറീസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖേന നടപ്പിലാക്കുന്ന വിവിധ സേവനങ്ങൾ സംബന്ധിച്ച് അവബോധം മത്സ്യ കർഷകരും മത്സ്യത്തൊഴിലാളികളും ഉൾപ്പെടുന്ന മത്സ്യ ഉൽപാദകരുടെയും അനുബന്ധ മേഖലകളിലെ തൊഴിലാളികളുടെയും ഡിജിറ്റൽ രജിസ്ട്രേഷൻ, ധനസഹായം, മത്സ്യ കർഷകർക്ക് ഇൻഷുറൻസ്, പരിരക്ഷ, പരിശീലന പരിപാടികൾ, വിപണന സഹായം, നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡിന്റെ സേവനം എന്നിവ ലഭ്യമാക്കിയ ക്യാമ്പിൽ മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കുള്ള വായ്പാ പദ്ധതി, മത്സ്യകൃഷി ഇൻസെന്റീവ്, മത്സ്യ വാല്യൂ ചെയിൻ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് മൈക്രോ സംരംഭങ്ങൾക്ക്, സ്വയം സഹായ സംഘങ്ങൾക്കും സഹകരണ സംഘങ്ങൾക്കുമുള്ള പെർഫോമൻസ് ഗ്രാന്റ്, മത്സ്യ ഉൽപ്പന്ന സുരക്ഷാ സംവിധാനങ്ങൾ സ്ഥാപിക്കാനും വിപുലീകരിക്കാനും മൈക്രോ സംരംഭങ്ങൾക്കും കുടുംബശ്രീക്കാർക്കും ചെറുകിട സംരംഭങ്ങൾക്കുമുള്ള പെർഫോമൻസ് ഗ്രാന്റ് പദ്ധതി എന്നിവ ക്യാമ്പിൽ പരിചയപ്പെടുത്തി. പുന്നപ്ര EMS കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പദ്ധതിയുടെ നോഡൽ ഓഫീസർ എച്ച് സലീം അധ്യക്ഷത വഹിച്ചു. NFDP എക്സിക്യൂട്ടീവ് KM ദിബിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ്, പഞ്ചായത്ത് അംഗം പ്രസന്ന കുഞ്ഞുമോൻ, ശ്രീലത, PR പ്രസീത, എലിൻ മാരാൻ, സമ്പത്ത്, MS നടരാജൻ എന്നിവർ സംസാരിച്ചു. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മിലി ഗോപിനാഥ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കടൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നിർത്താൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കടൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഉപേക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊല്ലം, ആലപ്പുഴ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ നടത്തുന്ന കരിമണൽ ഖനനം സംസ്ഥാന സർക്കാരും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും ഈ മാസം 27 നടത്തുന്ന തീരദേശ ഹർത്താൽ വിജയിപ്പിക്കാൻ എറണാകുളത്ത് കൂടിയ ധീവരസഭ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 27 നടത്തുന്ന ഹർത്താലിൽ
ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ സുപ്രധാനമാണ് കേരളത്തിലെ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ നടത്തുന്ന കരിമണൽ ഖനനം. ഇപ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം കടൽ മണൽ ഖനനം ഉപേക്ഷിക്കുകയും കരിമണൽ ഖനനം അവസാനിപ്പിക്കുകയും ചെയ്യുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഞങ്ങൾ ഫെബ്രുവരി 27 നടക്കുന്ന ഹർത്താലിൽ പങ്കാളികളാകുന്നത്. 2002 ഉണ്ടാക്കിയ ഓഫ് ഷോർ ഏരിയ മിനറൽ ആക്ട്, ഈ നിയമം ഭേദഗതി ചെയ്യാനായിട്ട് 2017 പാർലമെൻറ്റിൽ ബില്ല് 8114 കിലോമീറ്റർ തീരപ്രദേശമുള്ള ഇന്ത്യയിൽ 7517 കിലോമീറ്റർ തീരക്കടലിൽ ലേലത്തിലൂടെ 50 വർഷത്തേക്ക് ഖനനാനുമതി സ്വകാര്യ കമ്പനികൾക്ക് നൽകാൻ തീരുമാനിക്കുകയും ഇതിനായി 2002 ഓഫ് ഷോർ ഏരിയാസ് മിനറൽ നിയമത്തിൽ വരുത്തിയ ഭേദഗതി 2017 പിൻവലിച്ചതുപോലെ മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭാവിയെ ഓർത്ത് പിൻവലിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നും ധീവർസഭ സംസ്ഥാന കൗൺസിൽ യോഗം ആവശ്യപ്പെട്ടതായും അവർ പറഞ്ഞു. കടലിന്റെ ആവാസ വ്യവസ്ഥയെയും പരിസ്ഥിതിയെയും മത്സ്യസമ്പത്തിന്റെ ഉൽപാദനത്തെയും മത്സ്യസമ്പത്തിന്റെ സുസ്ഥിരതയെയും ബാധിക്കുന്ന കടൽ മണൽ ഖനനം നടത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്നും തീരദേശവാസികളെ ഉന്മൂലനം ചെയ്യുന്ന ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നിർത്തിവെക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്നും ധീവരസഭ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ, സംസ്ഥാന സെക്രട്ടറി NR ഷാജി, അമ്പലപ്പുഴ താലൂക്ക് പ്രസിഡന്റ് പ്രദീപ്, താലൂക്ക് സെക്രട്ടറി R സജിമോൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. കനാൽക്കരയിൽ വെട്ടിയിട്ടിരുന്ന പെരുമരങ്ങളുടെ ശിഖരങ്ങൾക്ക് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. കനാൽക്കരയിലെ പെരുമരങ്ങളിൽ നിന്നും അപകടാവസ്ഥയിലുള്ള മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടി കൂട്ടിയിട്ടിരുന്നതിൽ തീപിടിച്ചത് പ്രദേശവാസികളിൽ പരിഭ്രാന്തി പരത്തി. ദുരന്ത നിവാരണത്തിന്റെ ഭാഗമായി 3 മാസം മുൻപാണ് ആലപ്പുഴ ശവക്കോട്ട പാലത്തിന് പടിഞ്ഞാറോട്ട് ബാപ്പു വൈദ്യർ ജംഗ്ഷൻ വരെയുള്ള കനാലിന്റെ വടക്ക് ഭാഗത്തെ പെരുമരങ്ങളുടെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റിയത്. മുറിച്ച മരങ്ങളുടെ ശിഖരങ്ങൾ റോഡിനോട് ചേർന്ന് കനാൽക്കരയിൽ തന്നെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ കൂട്ടിയിട്ട മരത്തടികളിലാണ് തീപിടിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 8 മണിയോടെ ബാപ്പു വൈദ്യർ ജംഗ്ഷന് കിഴക്ക് കേരള കയർ മാറ്റ്സ് ആൻഡ് മാറ്റിംഗ്സിന് എതിർവശം കനാൽക്കരയിലാണ് തീപിടുത്തമുണ്ടായത്. തടികൾക്കിടയിൽ നിന്നും ശക്തമായ പുകയും തുടർന്ന് തീയും ആളിക്കത്തുന്നത് കണ്ട നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് അഗ്നിശമന സേന എത്തി തീയണച്ചത്. സ്കൂൾ സമയമായതിനാൽ തന്നെ നിരവധി കുട്ടികൾ കാൽനടയായും അല്ലാതെയും സഞ്ചരിക്കുന്ന പ്രധാന റോഡിനോട് ചേർന്നാണ് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായ തീപിടുത്തമുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രദേശത്തെ കനാൽക്കരയിൽ വെട്ടിക്കൂട്ടിയിട്ടിരിക്കുന്ന മുഴുവൻ തടികളും ഉടൻ നീക്കം ചെയ്യാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന നാട്ടുകാരുടെ ആവശ്യവും ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. അഗ്നിശമന സേന യൂണിറ്റ് ഹെഡ് S പ്രസാദ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ R കൃഷ്ണദാസ്, KP പുഷ്പരാജ്, TJ ജിജോ, S മഹേഷ്, PF ലോറൻസ്, B അഞ്ജലി എന്നിവർ തീയണക്കലിന് നേതൃത്വം നൽകി. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. നിർമ്മാണം പൂർത്തീകരിച്ച KSEB അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിന്റെയും സെക്ഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം ഈ മാസം 28-ന് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം അമ്പലപ്പുഴ MLA H സലാം നിർവഹിച്ചു. നിർമ്മാണം പൂർത്തീകരിച്ച KSEB അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിന്റെയും സെക്ഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം ഈ മാസം 28-ന് മന്ത്രി K കൃഷ്ണൻകുട്ടി നിർവഹിക്കും. 2 നിലകളിലായി ഈ 2300 ചതുരശ്ര അടിയിൽ അമ്പലപ്പുഴ കച്ചേരിമുക്കിന് സമീപമാണ് ഓഫീസ് നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാതയ്ക്ക് സ്ഥലം വിട്ടു നൽകിയതോടെ അസൗകര്യങ്ങൾ വർദ്ധിച്ചതും കാലപ്പഴക്കമേറിയതുമായ കെട്ടിടം പൊളിച്ചു നീക്കിയുമാണ് പുതിയ ഓഫീസ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത്. അമ്പലപ്പുഴ വടക്ക് പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളും അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തും പുറക്കാട് പഞ്ചായത്തിന്റെ തെക്കേയറ്റമായ തോട്ടപ്പള്ളി വരെയുള്ള ദൂരത്തിൽ 36,000-ലധികം ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുന്നതിന് പുതിയ ഓഫീസിന്റെ പ്രവർത്തനം സഹായകരമാകുമെന്ന് അധികൃതർ പറഞ്ഞു. സൂപ്രണ്ട് ഓഫീസ്, അസിസ്റ്റന്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ ഓഫീസുകൾ, സ്റ്റോർ, റെക്കോർഡ് മുറികൾ, ക്യാഷ് കൗണ്ടർ, എൻക്വയറി കൗണ്ടർ, ടോയ്ലറ്റ് എന്നിവയും 1-ാം നിലയിൽ 1200 ചതുരശ്ര അടിയിൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ്, ജീവനക്കാർക്കുള്ള വിശ്രമ മുറി എന്നീ സൗകര്യങ്ങളോടെ 68 ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉദ്ഘാടന സമ്മേളനത്തിന് സുഗമമായ നടത്തിപ്പിനായി ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം അമ്പലപ്പുഴ MLA H സലാം ഉദ്ഘാടനം ചെയ്തു. KSEBയുടെ അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസും സെക്ഷൻ ഓഫീസിൻ്റെയും പുതിയ ബിൽഡിംഗാണ് മനോഹരമായി പൂർത്തിയാക്കിയിട്ടുള്ളത്.
68 ലക്ഷം രൂപയാണ് ഈ കെട്ടിടം നിർമ്മിക്കാൻ വേണ്ടിയുള്ള ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ലഭിച്ചത്. സമയബന്ധിതമായി അതിൻ്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് ഈ മാസം 28-ാം തീയതി, ഫെബ്രുവരി മാസത്തിൽ 28-ാം തീയതി ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടി അവർകൾ നമ്മുടെ അമ്പലപ്പുഴ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അമ്പലപ്പുഴ സൗത്ത് പഞ്ചായത്ത് പൂർണ്ണമായും, ഏതാണ്ട് പൂർണ്ണമായും, അതുപോലെ പുറക്കാട് പഞ്ചായത്ത് പൂർണ്ണമായും, അമ്പലപ്പുഴ നോർത്ത് പഞ്ചായത്തിൻ്റെ ഒരു പകുതി ഭാഗവും കൂടി സർവീസ് നൽകുന്ന ഓഫീസാണ് അമ്പലപ്പുഴയിലെ ഈ ഓഫീസ്. ഏതാണ്ട് 36,000-ൽ പരം കൺസ്യൂമേഴ്സ്. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശോഭ ബാലൻ, എസ് ഹാരിസ്, വൈസ് പ്രസിഡന്റ് പി രമേശൻ, മറ്റ് ജനപ്രതിനിധികൾ, ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സ്മിത മാത്യു, ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ എം ശ്രീകുമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധ സംഘടനാ നേതാക്കൾ എന്നിവർ യോഗത്തിൽ സംബന്ധിച്ചു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തെ സംബന്ധിച്ച് പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണം പ്രത്യേക ഏജൻസിയെ കൊണ്ട് സമഗ്രമായി അന്വേഷിപ്പിക്കാൻ സർക്കാരും ആഭ്യന്തര വകുപ്പും നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. IPC ആണെങ്കിലും BNS ആണെങ്കിലും ഈ രണ്ട് ന്യായ സംഹിതയ്ക്കുള്ളിലും എവിഡൻസ് ആക്ട് പ്രകാരം ഒരു കളവ് നടന്നാൽ അതിൻ്റെ തൊണ്ടി മുതൽ കണ്ടെത്തുക എന്ന് പറയുന്ന പോലീസിൻ്റെ ധർമ്മമാണ് അവരനുഷ്ഠിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ കേരളത്തിലുടനീളം നടക്കുന്ന ഈ റിക്കവറികൾ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും അവന് തോന്നുന്ന തരത്തിൽ റിക്കവറി നടത്തുന്ന സംഭവങ്ങളാണ് കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ രാജീവ് ജ്വല്ലറി ഉടമ രാധാകൃഷ്ണൻ്റെത്. 6-ാം തീയതി വൈകുന്നേരം രാജീവ് ജ്വല്ലറി ഉടമയെ കാണാതായിട്ടുണ്ട്. മഫ്തിയിൽ വന്നിരിക്കുന്ന ആളുകളാണത്, പോലീസാണെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയും കൂട്ടി അങ്ങ് പോയത്, കട തുറന്നിട്ടുകൊണ്ട് തന്നെയാണ് പോയത്. അന്യായമായ സ്വർണ്ണ റിക്കവറിയുടെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത മുഹമ്മയിലെ ജ്വല്ലറി ഉടമ രാധാകൃഷ്ണന്റെ മരണത്തിൽ ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും അവർക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തി മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം 25-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അസോസിയേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റോയി പാലത്ര, സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ കൊടുവള്ളി സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി നസീർ പുന്നക്കൽ, എബി തോമസ്, MP ഗുരുദയാൽ, ഫരീദ് കുഞ്ഞാശൻ, വിഷ്ണു സാഗർ, രാധാകൃഷ്ണന്റെ മകൻ PR രതീഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രി മത്സ്യ കിസാൻ സമൃദ്ധി സഹയോജന പദ്ധതിയുടെ ഭാഗമായി മത്സ്യമേഖലയിലെ ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ തയ്യാറാക്കുന്ന അപേക്ഷ സമാഹരണത്തിനുള്ള ജില്ലാ ക്യാമ്പ് സംഘടിപ്പിച്ചു. HSLAM MLA ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കടൽ ഖനനം നടത്താനുള്ള കേന്ദ്ര സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നും ആലപ്പുഴ തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനം നിർത്താൻ സംസ്ഥാന സർക്കാരും തയ്യാറാകണമെന്ന് ധീവരസഭ ജനറൽ സെക്രട്ടറി വി ദിനകരൻ ആവശ്യപ്പെട്ടു. ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. കനാൽക്കരയിൽ വെട്ടിയിട്ടിരുന്ന പെരുമരങ്ങളുടെ ശിഖരങ്ങൾക്ക് തീപിടിച്ചത് നാട്ടുകാരിൽ പരിഭ്രാന്തി പരത്തി. വെള്ളിയാഴ്ച രാവിലെ 8:30 തീപിടുത്തമുണ്ടായത്. നിർമ്മാണം പൂർത്തീകരിച്ച KCB അമ്പലപ്പുഴ സബ് ഡിവിഷൻ ഓഫീസിന്റെയും സെക്ഷൻ ഓഫീസിന്റെയും ഉദ്ഘാടനം ഈ മാസം 28-ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം HSLAM MLA ഉദ്ഘാടനം ചെയ്തു. മുഹമ്മയിലെ സ്വർണ്ണ വ്യാപാരിയുടെ മരണത്തെ സംബന്ധിച്ച് പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.